ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്നൊരു അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് പറയാൻ പോണത്, അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മുടെ രേവതി സച്ചി എടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാകുമ്പോഴേക്കും എനിക്ക് 4 കുട്ടികൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ ജാതകത്തിലുള്ളതെന്നൊക്കെ പറയുമ്പോൾ സച്ചി 4 കുട്ടികളോ, അതെങ്ങനെ? അതെ, ഒറ്റ പ്രസവത്തിൽ തന്നെ 4 കുട്ടികൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കണത്, 2 ആണും 2 പെണ്ണും എന്നൊക്കെ പറയുമ്പോൾ സച്ചി ആകെ ഞെട്ടിരിക്കട്ടെ. 4 പിള്ളേരെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിരിക്കുമായിരിക്കും കേട്ടോ. അന്ന് രാത്രിയാണ് സച്ചി ഒരു സ്വപ്നം കാണുന്നത്. രേവതി പെട്ടെന്ന് പ്രസവവേദന കൊണ്ടിട്ട് പൊളയുവാട്ടോ. കൂടെ സച്ചി ഉണ്ട്. സച്ചി ആകെ ടെൻഷൻ അടിച്ചിട്ട് രേവതി പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല, വയറൊക്കെ വലിയ വയറാട്ടോ. അങ്ങനെ 4 പിള്ളേരുടെ വയറാട്ടോ, വലിയ വയറായിട്ട് കാണിക്കണം, സ്വപ്നമാണല്ലോ. അപ്പോൾ നമ്മുടെ സച്ചി അതിന് പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ, എന്നെ 4 പിള്ളേരെ സച്ചി തന്നെ കയ്യിൽ വാങ്ങണമെന്നൊക്കെ നമ്മുടെ രേവതി പറയുവാണ്. അങ്ങനെ രേവതിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കഴിയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, 1, 2, 3 അല്ല 4 പിള്ളേരാ നിങ്ങൾക്കെന്ന് പറയുമ്പോഴേക്കും സച്ചി 4 പിള്ളേരോ എന്ന് പറഞ്ഞിട്ടോ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേക്ക് വെച്ച് നെട്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 പിള്ളേരോ എനിക്ക്, ഞാനപ്പോൾ മാടിനെ പോലെ ഇനി പണിയെടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. 4 പിള്ളേരെ ഞാൻ എങ്ങനെ നോക്കും, ഞാൻ നന്നായിട്ട് പണിയെടുക്കണം, ഇനി നന്നായിട്ട് ജീവിക്കണം, ഇനി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് സച്ചിയുടെ സംസാരം കേട്ട് അച്ഛൻ ഓടി വരുന്നുണ്ട്. എന്താ മോനെ പറ്റിയതെന്ന് പറയുമ്പോൾ, ഈ 4 വേണ്ട, 1 മതി ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല. രേവതിക്ക് കാര്യം മനസ്സിലായി. ഇന്നലെ രാത്രി പറഞ്ഞതിൻ്റെ ഹാങ് ഓവർ ആണെന്ന് രേവതിക്ക് ചിരി വരുമായിട്ട്. പക്ഷെ രേവതി കൂടുതലൊന്നും സച്ചി പറയാതിരിക്കാൻ വേണ്ടി അച്ഛ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണ്. അങ്ങനെ എഴുന്നേക്കെന്ന് പറയുകയാണ്. ആ സമയത്ത് സച്ചി ആണെങ്കിൽ ഉറക്കത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 4 വേണ്ട, 1 മതി, ഇപ്പൊ 1 മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ ചിരി വന്നിട്ട് പോയി, അച്ഛനൊന്നും മനസ്സിലാവും. അച്ഛനെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാ, ഇവനെന്താ 4 വേണ്ട 1 മതി എന്നൊക്കെ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനങ്ങനെ അകത്തേക്ക് പുറത്തേക്ക് പോവാണ്. രേവതിക്കാണെങ്കിൽ ചിരി കൊണ്ട് നിൽക്കാനും പറ്റാത്തൊരവസ്ഥ. അടിപൊളിയായിട്ടുള്ള കോമഡി ആയിട്ടുള്ള ഭാഗമാട്ടത് ശരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.